ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 12 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏതൊരാഗ്രഹവും വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ സഹായിക്കുന്ന വളരെ അത്ഭുത ശക്തിയുള്ള ഒരു നമ്പറാണ് ഈ 12 എന്ന് പറയുന്നത്. നിങ്ങളുടെ ന്യായമായിട്ടുള്ള ഏതൊരാഗ്രഹവും ഇത് എഴുതുന്നതിലൂടെ സാധിച്ചെടുക്കാനായിട്ട് കഴിയും. പലരുടെ ജീവിതത്തിലും ഈ ഒരു ഏഞ്ചൽ നമ്പർ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 12 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിലൂടെ ഒരാൾക്ക് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ഒരു 12 എന്ന് പറയുന്ന നമ്പർ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ചാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാൻ ഈ 12 എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ച്, അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെ കുറിച്ചും ഒന്ന് പറയാം. കാരണം ആ ഒരു വീഡിയോ കാണാതെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഓരോ നമ്പേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. 12 എന്ന് പറയുന്നത്, അതായത് 12 എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ്. ഈ ഒരു ഏഞ്ചൽ നമ്പർ നമ്മുടെ കയ്യിൽ എഴുതുന്നത് വഴി നമുക്ക് നമ്മുടെ ഏതൊരാഗ്രഹവും സാധിച്ചെടുക്കാനായിട്ട് കഴിയും. ഈ നമ്പർ നമ്മൾ എഴുതേണ്ടത് ഇടത് കൈയുടെ മോതിരവിരലിലാണ്. മോതിരവിരലില് ഈ ഒരു 3 പാർട്ടായിട്ടാണല്ലോ മോതിരവിരലിലുള്ള ആ ഒരു ഭാഗം ഉണ്ടാവുന്നത്, വിരലിന്റെ ഭാഗം. അതിൽ മിഡിലായിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. 12 എന്ന് നമ്മൾ ആ ഒരു മിഡിൽ ഭാഗത്ത് എഴുതുക. എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ നീലമഷി പേന കൊണ്ടോ അല്ലെങ്കിൽ പച്ചമഷി പേന കൊണ്ടോ ആണ് എഴുതേണ്ടത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്കെച്ച് പെന്നാണോ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് പേനയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ എന്നുള്ളത്. നിങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന ബോൾ പെൻ ഉണ്ടല്ലോ, ആ ഒരു പെന്ന് യൂസ് ചെയ്തിട്ട് തന്നെ എഴുതാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പേന സെയിം കളറുള്ള പേന കൊണ്ട് തന്നെ ദിവസവും എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ഒരു നമ്പർ നിങ്ങളുടെ കയ്യിൽ എഴുതേണ്ടത് രാവിലെ 6 മണിക്കും രാത്രി 7 മണിക്കും ഇടയിലായിരിക്കണം. ഈ സമയത്തിനുള്ളിൽ മാത്രമേ ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുകയുള്ളൂ. അതിനുശേഷമുള്ള സമയങ്ങളിൽ എഴുതാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ 21 ദിവസം തുടർച്ചയായിട്ട് ബ്രേക്ക് വരാത്ത രീതിയിൽ എഴുതാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മിഡിലിൽ ഒരു ദിവസം ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും 1 എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരും. ഇനി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കാര്യം, നിങ്ങളുടെ ഏതാഗ്രഹമാണോ സാധിച്ചു കിട്ടേണ്ടത് ആ ഒരു ആഗ്രഹത്തിനെ പറ്റിയുള്ള ചിന്തകൾ മാത്രമേ ഇത് എഴുതുന്ന സമയത്ത് മനസ്സിലുണ്ടാവാനായിട്ട് പാടുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു വണ്ടി സ്വന്തമാക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എഴുതുന്നതിന് മുൻപേയും അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞ് ഒരു 5 മിനിറ്റോളം ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. ആ ഒരു കാര്യം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മോതിരവിരലിൽ, ഇടത് കൈയുടെ മോതിരവിരലിൽ 12 എന്ന് എഴുതുക. ശേഷം ആ ഒരു നമ്പറിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടേയിരിക്കുക. ഒരു 5 മിനിറ്റ് വരെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നോർമലി ചെയ്യുന്ന ജോലികൾ ചെയ്യാവുന്നതാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 30 മിനിറ്റ് വരെ നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു 12 എന്ന് പറയുന്ന നമ്പർ മാഞ്ഞു പോവാനായിട്ട് പാടുള്ളതല്ല. 30 മിനിറ്റിന് ശേഷം അത് സാധാരണ പോലെ മാഞ്ഞു പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. നിങ്ങളായിട്ട് മായ്ക്കാൻ നിൽക്കണ്ട, അതായിട്ട് അത് മാഞ്ഞു പോയിക്കോട്ടെ. പക്ഷെ 30 മിനിറ്റ് വരെ അത് മായാതെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നമ്പർ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹം സാഫല്യമായി കഴിഞ്ഞാലും 21 ദിവസം തുടർച്ചയായിട്ട് ആ ഒരു ആഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ആഗ്രഹം നടക്കുകയാണെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും എഴുതുക. 21 ദിവസം കംപ്ലീറ്റ് ആവുന്നത് വരെ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പരീക്ഷണാർത്ഥം വിശ്വാസമില്ലാതെ എഴുതാനായിട്ട് പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചടികളായിരിക്കും സമ്മാനിക്കുന്നത്. ഓരോ നമ്പേഴ്സിനും ശക്തിയുണ്ട്.
ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള നമ്പേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ശക്തിയെ പരീക്ഷിക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ നമ്പർ എഴുതി കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും എഴുതി കട്ടി കൂട്ടാനോ അല്ലെങ്കിൽ മാഞ്ഞ ഭാഗം വീണ്ടും എഴുതി വയ്ക്കാനോ ഒന്നും തന്നെ പാടുള്ളതല്ല. ഒറ്റ തവണ മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യം എഴുതാനായിട്ട് പാടുള്ളൂ. ഒരു ദിവസം ഒരു തവണ മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ 7 മണിക്ക് ശേഷമാണ് നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ദിവസവും രാവിലെ എഴുതുന്നു, അന്ന് ഒരു ദിവസം മാത്രം നിങ്ങൾക്കത് എഴുതാൻ സാധിച്ചില്ല, 8 മണിക്ക് ശേഷമാണ് നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ വീണ്ടും 1 എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇഷ്ടദൈവത്തെയാണോ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ യൂണിവേഴ്സിനോടാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാമോ എന്നുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കാനാണ് തോന്നുന്നത് എങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം. ഇല്ല, യൂണിവേഴ്സിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം. ഇതിൽ പ്രധാനം നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി ഈ ഒരു 12 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയൊരു മാറ്റം അദ്ദേഹം തന്നെ എന്നെ വിളിച്ച് അറിയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സുഹൃത്തിന് പെട്ടെന്ന് ആവശ്യം വന്ന സമയത്ത് ഒരു രേഖയുമില്ലാതെ ഇവരുടെ കയ്യിൽ നിന്നും 12 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കടം കൊടുത്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ അച്ഛന് വയ്യാണ്ടാവുകയും അച്ഛൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ആ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് തന്നെ ഒരുപാട് പണം ഇവർ ഹോസ്പിറ്റലിൽ ചിലവാക്കേണ്ടതായിട്ട് വന്നു. വീടിൻ്റെ ആധാരം പോലും പണയം വെച്ച് ചികിത്സിക്കേണ്ട രീതിയിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 മാസത്തോളം അദ്ദേഹം ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. വീട്ടിലുള്ള മകനേക്കാളും ഭാര്യയെക്കാളും അദ്ദേഹം വിശ്വസിച്ചത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ ആയിരുന്നു. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും വരാനിരുന്ന പണമൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ സ്വന്തമാക്കുകയും ഇദ്ദേഹത്തിന് സംസാരിക്കാനോ അല്ലെങ്കിൽ ബോധമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും മക്കള് അറിയാനുള്ള ഒരു സാധ്യതയും ഇല്ലാതെയായി. അച്ഛൻ മരണപ്പെട്ട സമയത്തൊക്കെ സുഹൃത്ത് വരികയുണ്ടായി. അതിനുശേഷം ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴാണ് മക്കള് ഈ ഒരു പണത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അത് തനിക്ക് തരാനുണ്ടായിരുന്ന പണമാണ് എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവരുടെ ഭാഗത്തും തക്കതായിട്ടുള്ള രേഖകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്കും വേറെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അമ്മയ്ക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഇവരുടെ ഫാമിലി നേരിടുന്നുണ്ടായിരുന്നു. ഒരുപാട് കടങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് മറ്റുള്ളവർ വരികയും അങ്ങനെ ആ ഒരു കടബാധ്യത തീർക്കാനായിട്ട് ഈ മകൻ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം അച്ഛൻ്റെ സുഹൃത്ത് അച്ഛന് ഒരുപാട് പണം നൽകാനുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ദിവസം 12 എന്ന വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതൊന്ന് ചെയ്തു നോക്കാം എന്ന് കരുതിയാണ് ഇത് എഴുതി തുടങ്ങിയത്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ, അതായത് ഈ പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ ഇവരെ കാണാനായിട്ട് വീട്ടിലേക്ക് വരികയും അച്ഛൻ തരാനുള്ള പണം കുറച്ചായിട്ട് ഞാൻ തന്നു തീർക്കാമെന്നും അച്ഛനിപ്പോൾ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത് എന്നും ഇവരെ അറിയിക്കുകയുണ്ടായി. വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. 3 ലക്ഷം രൂപ അദ്ദേഹം അപ്പോൾ തന്നെ ഇവർക്ക് തിരിച്ചു കൊടുക്കുകയുണ്ടായി. ബാലൻസ് ഉള്ള പണം കുറഞ്ഞത് 2 മാസത്തിനുള്ളിൽ തിരികെ കൊണ്ടുതരാമെന്നും അദ്ദേഹം പറഞ്ഞു. സുരേഷിനും സുരേഷിൻ്റെ വീട്ടുകാർക്കും അത്ഭുതമായിരുന്നു ശരിക്ക്. കാരണം ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല എന്ന് കരുതിയ പണമായിരുന്നു അത്. അതുപോലെ തന്നെ ഇവർക്ക് പണത്തിന് അത്രയധികം ആവശ്യമുണ്ടായിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. എന്തു തന്നെയായാലും അദ്ദേഹത്തിനോടുള്ള എല്ലാ ദേഷ്യവും വെറുപ്പും മാറ്റിക്കൊണ്ട് സുരേഷും സുരേഷിൻ്റെ അമ്മയും ഇവരുടെ, അതായത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും ആ സുഹൃത്തിനെ കാണുകയും ചെയ്തു. സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
സുരേഷ് പറയുന്നുണ്ട്, എന്ത് അത്ഭുതമാണ് നടന്നത് എനിക്ക് അറിയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് പ്രാർത്ഥനകളും പൂജകളും ഒരുപാട് ക്ഷേത്രങ്ങളിലെ വഴിപാടുകളും ഒക്കെയും ഈ ഒരു കാര്യത്തിനായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും വിചാരിച്ചത്ര ഫലം ലഭിച്ചില്ല. എന്നാലും വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഈ ഒരു നമ്പർ ഇത്രയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. എന്തു തന്നെയായാലും ആ ഒരു പണം കൊണ്ട് സുരേഷിന്റെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, തെറ്റുകൾ സംഭവിക്കാം. അത് തിരുത്താൻ കാണിക്കുന്ന മനസ്സാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ശത്രുതയൊന്നും വച്ച് പുലർത്താതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കേണ്ടതായിട്ടുള്ള സമയത്ത് അത് തീർച്ചയായിട്ടും കടന്നു വരും. അതിന് ചിലരെങ്കിലും നിമിത്തമാവാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഗ്രഹം നടക്കാതെ പോകുന്നുണ്ടെങ്കിലോ ഒക്കെയും ഈ ഒരു നമ്പർ ഒന്ന് എഴുതി ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്കും അതിൻ്റെ ഒരു ഫലം ലഭിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.